തന്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ എന്ന് ശ്വേതാ മേനോൻ. സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. തന്റെ പോരാട്ടത്തിലൂടെ പവർ ഗ്രൂപ്പ് തുറന്നു കാട്ടപ്പെടും. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തി നിശബ്ദയാക്കാൻ ശ്രമിച്ചാൽ പിന്നോട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കി. ആരോപണം പ്രത്യാരോപണങ്ങളിൽ വലയുകയാണ് താരസംഘടനയായ അമ്മ. തർക്കങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി കൂടിയത്. അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ശ്വേത ഇപ്പോൾ ഓരോ ദിവസവും ഓരോ പോസ്റ്റ് ഇടുകയാണ്. ഇപ്പോൾ ശ്വേതയുടെ ഭാഗത്തു നിന്നും ഒരു പുതിയ പോസ്റ്റ് ഇരിക്കുന്നത് 4 മണിക്കൂർ മുമ്പാണ് ആ പോസ്റ്റ് വരുന്നത്. അതിൽ പവർ ഗ്രൂപ്പ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പവർ ഗ്രൂപ്പ് വന്ന സമയം തൊട്ട്, അതായത് താൻ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ തന്നെ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ശ്വേത പറയുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പിന്തുണയുണ്ടെന്ന് ശ്വേത പറയുന്നു. ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് ശ്വേതയുടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായതിനെ കുറിച്ചാണോ ശ്വേത തന്നെ പറയുന്നത്? ഹരി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ പവർ ഗ്രൂപ്പ് എന്ന പേര് ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും അതിലൊരു പവർ ഗ്രൂപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതേ കാര്യം തന്നെയാണ് ശ്വേതാ മേനോൻ തന്റെ ഫേസ്ബുക്കിൽ ഏറ്റവും ഒടുവിലായി കുറിച്ചിരിക്കുന്ന വാക്കുകളിലും പറയുന്നത്. തന്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെയാണ്. സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. തന്റെ പോരാട്ടത്തിലൂടെ പവർ ഗ്രൂപ്പിനെ തുറന്നു കാട്ടും. അമ്മയുടെ ഫണ്ടിൽ നിന്നും ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ താൻ കണ്ടെത്തി. അത് ബാബുരാജിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തിരിമറിയെക്കുറിച്ചാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അത് തുടക്കം മുതൽ തന്നെ, അതായത് ജനറൽ ബോഡിയിൽ അടക്കം ശ്വേതാ മേനോൻ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. താന്റെ ഭരണസമിതിയിലല്ല, അതിനു മുൻപുള്ള ഭരണസമിതിയിലെ കണക്കുകളിലൊക്കെ അവ്യക്തതയുണ്ട്, അതിൽ പലതരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് പല ആവർത്തി ശ്വേതാ മേനോൻ പറഞ്ഞതായിരുന്നു. അതിനെ തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. അത് ചോദ്യം ചെയ്ത അന്നു മുതൽ തന്നെ തനിക്കെതിരായിട്ടുള്ള അപമാനം തുടങ്ങിയതാണ്. അമ്മയിലെ പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടിയാണ് പല പരിപാടികളിലൂടെയും പണം പിരിക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും നോക്കാറില്ല. എത്ര നിശബ്ദയാക്കാൻ ശ്രമിച്ചാലും പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഈ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇന്നലത്തെ കുറിപ്പിൽ പറയുന്നത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ പിന്തുണ തനിക്കുണ്ട്, സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടണമെന്നാണ് തന്നോട് അവർ പറഞ്ഞതെന്ന്. പക്ഷെ അൻസിബ ഇന്നലെ കളവന്ത്ര സ്റ്റേഷനിൽ മൊഴി രേഖപ്പെടുത്താൻ, ടി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷെ അൻസിബ പറയുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്തുണ ശ്വേതാ മേനോനില്ല, തനിക്കാണ്. അതിൽ ചില സംശയങ്ങളുണ്ട്. അങ്ങനെ പിന്തുണ ആർക്കാണെന്ന് അവർ തന്നെ മുന്നിൽ വന്ന് പറയട്ടെ, എങ്കിൽ മാത്രമേ താൻ വിശ്വസിക്കൂ എന്നാണ് അൻസിബ പറയുന്നത്. എന്തായാലും ഈ താരസംഘടനയിലെ ഇത്തരത്തിലുള്ള പോരാട്ടം അല്ലെങ്കിൽ പരസ്പരമുള്ള പഴിചാരൽ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇന്നലെ നടിമാരായ മാല പാർവതി അടക്കമുള്ളവർ വന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയക്കെതിരെയും ഒക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. അതിനിടയിൽ ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചു. അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്നും രമേശ് വിശാരടി മാറുന്ന സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള ഓരോ നിമിഷം കഴിയുന്തോറും താരസംഘടനയായ അമ്മയിൽ പുതിയ പുതിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി, വ്യക്തമാണ്, ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുകയാണ് അമ്മ സംഘടനയിൽ. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.